നടിയെ ആക്രമിച്ച സംഭവം കാട്ടുതീ പോലെ പടരുകയാണ്. ഒരു ഭാഗത്ത് സംവിധായകരും നിർമ്മാതാക്കളും അഭിനേതാക്കളും എല്ലാം പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുമ്പോൾ ഇതിനൊപ്പം തന്നെ പല പഴയ കഥകളും വെളിച്ചത്ത് വരികയാണ്. മുൻ മന്ത്രി കൂടിയായ KB ഗണേഷ് കുമാർ പോലും കഥകളുടെ ചുരുളഴിക്കാൻ ശ്രമിക്കുമ്പോൾ മേക്കപ്പ് ഇട്ടതും അല്ലാത്തതുമായ എത്ര മുഖങ്ങൾ സത്യസന്ധതയോടെ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗണേഷ് കുമാറിന്റെ സിനിമയെക്കുറിച്ച് നല്ല പരിചയമുണ്ട്. ഞാൻ സിനിമയുടെ മന്ത്രിയുമായിരുന്നു. കമലിനെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സിനിമയിലുള്ളവരെക്കുറിച്ചും സിനിമാക്കാരെക്കുറിച്ചും സിനിമയുടെ രീതികളെക്കുറിച്ചും എനിക്കറിയാം. കമൽ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ ചെയർമാനായത്. അതൊന്നും പറഞ്ഞ് പഠിക്കരുത്. പറഞ്ഞാൽ പലതും പറയേണ്ടി വരും. അതെന്നെക്കൊണ്ട് പറയുകയായിരിക്കുന്നതാണ് നല്ലത്. കമലിപ്പോൾ ഏതൊരു ചാനലിൽ പറഞ്ഞിട്ട് ഗണേഷ് കുമാർ എന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്കറിയാം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ സംസ്ഥാനത്തൊരു മന്ത്രിയായിരുന്ന ആളാണ്. ഞാനൊരു MLA ആണ്. ഞാൻ സിനിമയുടെയും മന്ത്രിയായിരുന്ന ആളാണ്. നടക്കുന്ന കാര്യങ്ങളും കൊള്ളരുതായ്മകളും നല്ലതും ചീത്തയായ കാര്യങ്ങളും എനിക്ക് നന്നായി അറിയാം. അത് കമലിന് വല്ല സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ അറിയാം അദ്ദേഹത്തിന്, ഒന്ന് വിളിച്ചാൽ മതി. ഈ ഇരയായ പെൺകുട്ടിക്ക് മാത്രമല്ല, വേറെ ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല. ആ ഒരു അവസ്ഥയിൽ എങ്ങനെ ആ കുട്ടി ഈ സമയമുണ്ടല്ലോ, ആ ഒരു പർട്ടിക്കുലർ അക്രമം നടന്ന സമയം എങ്ങനെ ഈ പെൺകുട്ടി അഭിമുഖീകരിച്ചുവെന്ന് നമുക്ക് കേട്ടാൽ സഹിക്കാനൊക്കത്തില്ല. പിന്നെ അതൊരു പുരുഷന് പോലും അങ്ങനൊരു ഘട്ടം നമ്മൾ യാഥാർത്ഥ്യം പറഞ്ഞാൽ ഒരു പുരുഷന് പോലും ഈ ഒരു അവസ്ഥ തരണം ചെയ്യാൻ കഴിയത്തില്ല. അത്രയും ദുഃഖകരമാണ്. ഒരു കാരണവശാൽ ഇതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ് അതിലൊരു വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു തരത്തിലും ഈ പ്രതികൾ ഊരിക്കൊണ്ടു പോകുമെന്ന് ആരും ഭയപ്പെടേണ്ട. അതിൽ ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കുമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. ഇനി പ്രതിരോധത്തിൻ്റെ കൂട്ടപ്പൊലിച്ചിലാണ്. അതിൽ സിനിമയുടെ എല്ലാ തലവും പെടും. ഇതിനു മുമ്പൊരു അനുഭവം എനിക്കും എൻ്റെ കുടുംബത്തിന് പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാനത് മിനിഞ്ഞാന്ന് ജോണി സാഗരിക എന്നെ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതേ പ്രതിയാണ് അന്നത്തെയും ആളെന്നുള്ളത്. പക്ഷെ അന്ന് നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അവള് അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ കംപ്ലൈന്റിന് ഒരു മറുപടി പോലും തരാത്ത പോലീസുകാരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. 3 പ്രാവശ്യം ഞാൻ ആ സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ 3 പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചു ഇതെന്തായി കാര്യം. ഒരു മറുപടിയുമില്ല. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ആൾ ഒളിവിൽ പോയിരിക്കുകയാണെന്നുള്ളത്. ഒളിവിൽ പോയ ആൾ 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഭീമാകാരനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അയാളെ അന്ന് ഇത് പിടിച്ചിരുന്നെങ്കിൽ, അന്ന് ഇതിനൊരു തടയിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അതിന് ഉത്തരവാദി ആരെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. അന്ന് അയാളെ പിടിച്ച് ജയിലിലിടുക ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത് ഉണ്ടാവില്ലായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിയുന്നത് ഭയാനകമായ സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനലൈസേഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനലൈസേഷൻ, ജീവിതത്തിലെ എല്ലാ വ്യാപാരങ്ങളും നടക്കുന്ന ക്രിമിനലൈസേഷൻ 3-4 ദശകങ്ങൾ നടക്കുന്ന അതിൻ്റെ ഒരു ഏറ്റവും സ്ഫോടകമായ സംഭവം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ കേരള സമൂഹം ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതാണ്. സിനിമാ ലോകവും ആത്മപരിശോധനയ്ക്ക് തയ്യാറേണ്ടതാണ്. കാരണം സിനിമകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നു. സമൂഹത്തിൻ്റെ പ്രതികരണം, സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് സിനിമ എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന മസിൽ പവറിൻ്റെയും മണി പവറിൻ്റെയും കളി അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കേണ്ട സംഭവമാണിത്. ഭാവനയ്ക്ക് സംഭവിച്ച കാര്യം തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട കാര്യമല്ല. അത് നിരന്തരം കേരള സമൂഹത്തിൽ കുറെ കാലം നടക്കുന്ന പല ക്രിമിനൽ സംഭവങ്ങളുടെയും ഒരു ഏറ്റവും പ്രകടമായ, ഏറ്റവും അവിശ്വസനീയമായ സംഭവം മാത്രമായിട്ട് ഞാനിതിനെ കാണുന്നത്. മാനസിക രോഗത്തിന് കണ്ണടച്ച് ഞങ്ങൾ കണ്ടില്ല, ഇത് കേരളമാണ്, ഇത് സുരക്ഷിതമായ ഇടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇനി വയ്യ.
രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ചർച്ചകളിലെല്ലാം തന്നെ ആൾക്കാർ വളരെ നിങ്ങൾ CPM-നെ പ്രതിരോധത്തിലാക്കരുത്, നിങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കരുത്, നിങ്ങൾ ശ്രീ പിണറായി വിജയനാണ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുന്നത്. ഞങ്ങൾ വീണ്ടും വീണ്ടും പല ആവർത്തി എല്ലാവരും കൈ തൊഴുതുകൊണ്ട് പറയുന്നതല്ല, ഞങ്ങൾ സർക്കാരിനെ അല്ല കേട്ടോ പറയുന്നത്. ഇങ്ങനെ പ്രതിരോധിച്ച് പറയേണ്ടി വരുന്നത് എന്താണ്? ഒരിക്കലും ഒരു പാർട്ടിക്കുമെതിരെ സംസാരിക്കാൻ അല്ല ശ്രമിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളെ സാധാരണക്കാരെ, സിറ്റിസൻസിനെ അല്ല ഓർമ്മിപ്പിക്കേണ്ടത്. ഇവിടുത്തെ ഗുണ്ടകൾ ഓർക്കണം ഇവിടെ ആരാ ഭരിക്കുന്നതെന്ന്, അവരറിയണം ആരാ ഓർക്കുന്നതെന്ന്. അതിന് പരിഹാരം കണ്ടതിന് ശേഷം നമ്മളോട് സംസാരിച്ചാൽ മതി ഇവിടെ ആരാ ഭരിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ഭരണമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരണമെങ്കിൽ ഈ പറയുന്ന 2010 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ആദ്യം പിടിക്കട്ടെ. അത് ക്ലീനിങ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് സംസാരിച്ചാൽ മതി ആരാണ് ഭരിക്കുന്നതെന്ന്. അപ്പൊ ഭരണമുണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. എനിക്കും എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ വെച്ചല്ല, പക്ഷെ ഞാനൊരു പ്രോഗ്രാമിന് ദുബായിൽ പോയിരുന്ന സമയത്താണ് ഇതുപോലെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അപ്പം അവിടെ ചില മോശമായിട്ട് ഒരാൾ എന്നോട് പെരുമാറുന്ന രീതിയിലുണ്ടായി. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു, ഒന്നുകിൽ നിന്നെ ഞാൻ കൊല്ലും അല്ലെങ്കിൽ ഞാൻ ചാവും. ഞാൻ അതുപോലുള്ള പ്രവൃത്തികൾ അവനോട് ചെയ്തു. അവൻ എന്നെ ആക്രമിക്കുന്നതിന് ഞാൻ അവനെ ആക്രമിച്ചു, ശരിയാക്കി കൊടുത്തു ഞാൻ. അതുകൊണ്ട് ആ ധൈര്യം നമുക്ക് പെണ്ണുങ്ങൾക്കെല്ലാം വേണം. കാരണം ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് പല സ്ഥലത്തും ഷൂട്ടിങ്ങിനായാലും തന്നെ അല്ല പ്രോഗ്രാമിന് നമുക്ക് ഒറ്റയ്ക്ക് പോകും. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടത്തോടെ നമ്മുടെ കൂടെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഈ സ്കൂൾ കുട്ടികളോട് പോലും ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ആ ധൈര്യം വേണം. നിങ്ങളുടെ വീട്ടിലുള്ള അനിയന്മാരായാലും അച്ഛന്മാരായാലും നിങ്ങളെ ഉപദ്രവിക്കുമ്പം അത് അവർ ഭയപ്പെടുത്തുകയാണ്. ഭയപ്പെടുത്തിയിട്ട് പറയും നിന്റെ അമ്മയെ കൊല്ലും അല്ലെങ്കിൽ നിന്റെ മറ്റവനെ കൊല്ലും. എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നമ്മളെല്ലാം ധൈര്യമായിട്ട് പറയണം. നമുക്ക് ഈ സെലിബ്രിറ്റീസ് ആയാലും നമ്മുടെ ആർട്ടിസ്റ്റുകളായാലും അവർക്കും ഈ ധൈര്യം വേണമെന്ന് ഞാൻ പറയുന്നത്. പലർക്കും എനിക്കറിയാം അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇനിയെങ്കിലും ആ അനുഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന ഓരോ പുരുഷനും ഒരു അമ്മയുടെ വയറ്റിൽ നിന്നാണ് വന്നത്. അവന് കൂടപ്പിറപ്പായിട്ട് ഒരു സഹോദരി ഉണ്ടാവും. ഒരു സ്ത്രീയെ കാണാതെ ഒരു പുരുഷൻ ഇവിടെ നിൽക്കുന്ന ഒരാണും ഉണ്ടായിട്ടില്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അത് മനസ്സിലാക്കി കൊടുക്കണം. അതിന് ശരിക്കും ഇവിടെ നിയമവ്യവസ്ഥയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അത് നമ്മളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമവും കൂട്ടായ്മയിലൂടെയും മാത്രമേ ഒരു ചെറുവിരലെങ്കിലും അനക്കം മാറ്റം വരികയുള്ളൂ. ഒന്നും പറയാനില്ല. ഒരുപാട് വേദനിക്കുന്നു. ആ വേദന ഇവിടെ പറയാനുള്ളതല്ല. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഓരോ പെൺകുട്ടിയും, ഒരു ചെറിയ പെൺകുട്ടി തൊട്ടൊരു അല്ലെങ്കിൽ ഒരു മുത്തശ്ശി വരെ ഇവിടെ ആക്രമിക്കപ്പെടുമ്പോൾ അത് ശരിക്കും ശാരീരികമായി എന്നതിനപ്പുറത്തേക്ക് അവരുടെ മാനസികമായ അവസ്ഥയെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ദയവ് ചെയ്ത് 1% ഓരോ പുരുഷന്മാരും മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാവൂ. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ, പ്രതിഷേധ കൂട്ടായ്മയ്ക്കുള്ള ഒരു അവസരം ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഈ കേസിലെ പ്രതി ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിഷ്കളങ്കനാണ് എന്ന്. ആ നികൃഷ്ട ജന്മത്തിന്റെ ഈ ജാമ്യം കോടതി അംഗീകരിച്ചാൽ നമ്മൾ സിനിമാ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാസർഗോഡ് മുതൽ പാറശാല വരെ നമ്മൾ പ്രതിരോധിക്കണം. വിടരുത്, ഇവിടെ ഒരുത്തനും വിടരുത്. ഓരോ പെണ്ണും നെഞ്ചു പൊട്ടി കരയുന്നുണ്ട്. നിങ്ങൾക്കറിയോ എത്ര സ്ത്രീകളുടെ കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്? എത്ര അമ്മമാർ എന്റെ വീട്ടിൽ വന്ന് കരഞ്ഞിട്ടുണ്ടെന്ന്? ജല്ലിക്കെട്ട് ഒരു ചെറിയ സമൂഹത്തിന്റെ പ്രശ്നമാണത്. ആ ജല്ലിക്കെട്ടിന് വേണ്ടി ഒരു സമൂഹം മുഴുവനും പ്രതിരോധത്തിനിറങ്ങി അതിശക്തമായി അവരവരുടെ അവകാശം നേടിയെടുത്തു. നമ്മളിവിടെ രാജ്യത്തിന്റെ മുഴുവൻ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. ഈ പോരാട്ടം നമ്മൾ എറണാകുളത്ത് ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് കൊണ്ടോ തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് കൊണ്ടോ നിർത്തരുത്. ഇത് കോടതിയിൽ നിന്ന് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് വരെ നമ്മൾ അവസാനം വരെ ഇതിന് പോരാടിക്കൊണ്ടേയിരിക്കണം. ഇനി ഒരുത്തനും ഇവിടെ ഒരു പെണ്ണിന്റെ ദേഹത്ത് വെറുതെ പോലും കൈവയ്ക്കാൻ സമ്മതിക്കരുത്. നമ്മൾ
ഓരോരുത്തരെയും നമ്മൾ പാഠം പഠിപ്പിക്കണം. ഇവന്റെ ശരീരത്തിൽ ഈ ജന്മന കൊടുത്തിരിക്കുന്ന ഈ യന്ത്രം എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല. അതിനെ നിഷ്ക്രിയമാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ക്യാപിറ്റൽ പനിഷ്മെന്റ് എന്നും പറഞ്ഞ് ഒരു സെക്കൻഡ് കൊണ്ട് അവനെ തൂക്കിക്കൊല്ലലല്ല ഞങ്ങളുടെ ആവശ്യം. ഒരു സ്ത്രീക്കെതിരെ രൂക്ഷമായി നോക്കുന്നവനോ വൃത്തികേടായി കൈവയ്ക്കുന്നവനോ ഒരുത്തനും ഈ രാജ്യത്തിന് ജീവിച്ചിരിക്കണ്ട. അവൻ ഇനി ഒരു പെണ്ണിനെ നോക്കരുത്, ഒരു പെണ്ണിനെ അവൻ തുടരുത്. അത്ര വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഇനി സിനിമാ മന്ത്രിക്ക് എന്താണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലായിരുന്നു നോക്കാം. ഒരു കാര്യം അട്ടപ്പാടി പോലെ പറഞ്ഞു കളയരുത്. ക്രിമിനൽ വൽക്കരണം ഏതാണ്ട് എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷേ ഈ മേഖലയിലെ ക്രിമിനൽ വൽക്കരണം അത്ര എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചില സൂചനകൾ വരുന്നത്. അംഗീകരിക്കാൻ പറ്റാത്ത പല പ്രവണതകളുമുള്ളൊരു മേഖലയാണ് സിനിമാ മേഖല. അത് പരിപൂർണമായും ഇല്ലാതാക്കും അവരുടെ തന്നെ സഹായത്തോടു കൂടി. ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. മാളത്തിൽ നിന്ന് തീ വെച്ച് ഉടുമ്പിനെ എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയായിരിക്കും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ ഈ ഗവൺമെൻറ് കൊണ്ടുവരിക. അതിനിപ്പം ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ വിവരം കിട്ടിയ സമയത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. ആഭ്യന്തര വകുപ്പ് അതിശക്തമായിട്ട് ഇടപെട്ടു. ബഹുമാനപ്പെട്ട ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിനോട് ഞാൻ തന്നെ അന്നേരം തന്നെ പറഞ്ഞു, സിനിമാ മേഖല എന്ന് പറയുന്നതൊക്കെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എക്സിബിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഈ വൈദ്യുതി വകുപ്പ് പോയി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഷോക്കടിക്കുന്ന ഒരു വകുപ്പും കൂടിയാണ് വൈദ്യുതിനേക്കാളും. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ ഷോക്കടിക്കാതെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഷോക്ക് അടിപ്പിച്ചേ അടങ്ങൂ. അക്കാര്യത്തിൽ യാതൊരു സംശയവും പാടില്ല. രാഷ്ട്രീയക്കാരെന്നല്ല ആരും ദൈവം ഇപ്പം ഒരു ജീവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു വിചാരിക്കുക, അതും പിടിക്കപ്പെടും. എന്തായാലും മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. ഈ കൊടും പാതകം ചെയ്ത ആളുകൾ എത്ര വലിയ ദൈവമായാലും പിടികൂടണം. എന്നാൽ വേറെ കേസുകൾ വരുമ്പോൾ ഇത് തേഞ്ഞു മാഞ്ഞു പോകരുത്. കേരളമല്ലേ സ്ഥലം. ഇതിനപ്പുറം നടന്ന കൊലപാതക കേസുകളിലടക്കം തലതൊട്ടപ്പന്മാരെ പിടിക്കാൻ കൈവിറച്ച പോലീസാണ് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ മണിയാശാൻ വരും.